കാര്യം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ആ മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പ്. അതിൽ തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 mm അതിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ള ചില പ്രദേശങ്ങളുണ്ട് എന്നുള്ള വലിയ മുന്നറിയിപ്പ് നൽകുന്നു. എക്സ്ട്രീംലി ഹെവി റെയിൻഫാൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഗൗതം നമുക്കൊപ്പം ചേരുന്നുണ്ട് വീണ്ടും. ഗൗതം, 5 മന്ത്രിമാരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. കൂടുതൽ ശക്തമായ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിലൂടെയാണോ അങ്ങനെ ഒരു നീക്കം നടക്കുന്നത്? എന്താണ് വിവരങ്ങൾ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ദുരന്ത മുഖത്ത് കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് ഈ വെളിച്ചം വന്നതിന് ശേഷം അല്ലെങ്കിൽ രാവിലെ ആയതിനു ശേഷമുള്ള ആദ്യ നിമിഷങ്ങളിൽ തന്നെ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രാത്രി ഉണ്ടായ ഈ അപകടത്തിൽ, രാത്രി പുലർച്ചയോടുണ്ടായ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ ഇതിന്റെ വ്യാപ്തി സംബന്ധിച്ച് വലിയ ധാരണകൾ ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം ഒരു കോർഡിനേറ്റ് ചെയ്യപ്പെട്ട രീതിയിൽ, അതായത് ഒരു ചെറിയ ദുരന്തം എന്നുള്ള രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത്. എന്നാൽ പിന്നീടാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 100-ലധികം പേർ കാണാതായിട്ടുണ്ട് എന്ന് വാർഡ് മെമ്പർ സ്ഥിരീകരിക്കുന്നു. തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും 10ഓളം വീടുകൾ ഒലിച്ചുപോയി എന്ന് രക്ഷപ്പെട്ടു വരുന്ന ഒരു സ്ത്രീ നമ്മളോട് പ്രതികരിക്കുന്നു. അപ്പോൾ ഈ ദുരന്തം വലിയ ദൂരവ്യാപകമായ അല്ലെങ്കിൽ വലിയ ആഴത്തിലുള്ള ഒരു ദുരന്തമായി മാറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ദൃശ്യങ്ങളൊക്കെ തന്നെ അതാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് 5 മന്ത്രിമാരെ സ്ഥലത്തേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തീരുമാനിച്ചവരിൽ കൂടാതെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂടിയാണ് ഈ സംഘത്തിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഇവർ 5 പേരും വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ ചൂരൽമലയിലെയും അതോടൊപ്പം തന്നെ മുണ്ടക്കയത്തെയും ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. ഇവിടെ നിന്നൊക്കെ മൃതദേഹം കിട്ടുന്ന സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 9ഓളം മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് അവിടെ നിന്നുള്ള ദൃക്സാക്ഷി നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഒരൊറ്റ ജില്ലയിൽ മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതികൾ ഉണ്ടാകും. എത്രയും പെട്ടെന്ന് എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ എത്തേണ്ടത് അടിയന്തരമായ സാഹചര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നിലനിൽക്കുന്നത് സംസ്ഥാനത്തെ അതിതീവ്രമായ മഴ പല ജില്ലകളിലും വലിയ കെടുതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗതാഗത സംവിധാനങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും റോഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ, പാലക്കാട്, കോഴിക്കോട് മേഖലകളിലാണ് ഈ ഒരു വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് വിലങ്ങാട്, ഈ മുണ്ടക്കൈക്ക് സമീപമുള്ള പ്രദേശമാണ് ഈ വിലങ്ങാട്. ഇതെല്ലാം വനമേഖലയാണ്. ആ വനമേഖലയുടെ ഉള്ളിൽ നിരവധി തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കഘട്ടത്തിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വീണ്ടും മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായിട്ടാണ്. അത്തരം ഒരു അപകടകരമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് അതിന്റെ പൂർണ്ണ തോതിൽ എത്തിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും, കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ച് അവർക്കുള്ള വൈദ്യസഹായം ഉറപ്പാക്കി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള കടുത്ത പരിശ്രമം ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ആദ്യഘട്ടത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇതിന്റെ വ്യാപ്തി സംബന്ധിച്ച്